ബി മിനി, നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ കണ്ടത്. വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചു, ചില തലകൾ ഉരുണ്ടു എന്ന് തന്നെ പറയാം. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെയും ഏതാണ്ട് 18ഓളം സ്ത്രീകൾ അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞു. ഇതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണോ? അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ അവരുടെ ദുരനുഭവങ്ങളാണ് ഇത്ര വലിയൊരു റിപ്പോർട്ടിന് ഇടവെച്ചത്. അവർ ഇനി പുറത്തു വരുമെന്ന പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? അതായത് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ, ഒരു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനും ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ, നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ പറയുന്നത് അല്ലാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇപ്പോ BNSS ഇപ്പൊ പുതിയ CRPC പ്രകാരം പഴയ CRPC പ്രകാരം ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ വെച്ചാണ് നമുക്ക് കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും FIR ഇടാനും ഇൻവെസ്റ്റിഗേഷൻ നടത്താനും ചാർജ് ഫ്രെയിം ചെയ്യാനും കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോടതികളിൽ പോയി കോഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ പ്രതികൾക്ക്. ഇപ്പൊ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 482 പ്രകാരമാണെങ്കിലും ഇപ്പൊ പുതിയ BNSS പ്രകാരമാണെങ്കിലും നമ്മൾക്ക് ഹൈക്കോടതിയിൽ പോയി ഈ പ്രതികൾക്ക് കോഷ് ചെയ്ത് കളയാം, പ്രൊസീജിയറിൽ എറർ ഉണ്ടായാൽ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ ആളുകളെ SITക്ക് സമീപിച്ച് അവര് ആ പരാതി ഒരു മൊഴിയായിട്ട് തരാൻ തയ്യാറുണ്ടോ എന്ന് അന്വേഷിച്ച് അവരോട് ചോദിക്കാമെന്നല്ലാതെ ഹേമ കമ്മിറ്റിക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ സച്ച് കേസായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ആ ലീഗൽ കാര്യം നിങ്ങൾ അറിയണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അതിന്റെ അടുത്ത പ്രൊസീജിയർ ഇല്ല, മൊഴി കൊടുക്കണം. മൊഴി എഴുതിയെടുക്കപ്പെടുക തന്നെ വേണം. ഒരു പരാതി ഒരാൾ സ്റ്റേഷനിൽ കൊടുത്താലും 161 അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSS അനുസരിച്ച് എന്ത് ചെയ്യണം? മൊഴി എഴുതി കൊടുക്കണം. മൊഴി നമ്മൾ എഴുതല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. പോലീസുകാർ അത് എഴുതിയെടുക്കും, അത് റെക്കോർഡ് ചെയ്യും. അവരുടെ മൊഴി അവര് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ആ ഒരു പ്രൊസീജിയർ പൂർത്തീകരിക്കണം. അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷൻ ഏത് ഓഫീസറെയാണോ ഏൽപ്പിക്കുന്നത് ആ ഓഫീസർ തെളിവുകൾ കളക്ട് ചെയ്യണം, സാക്ഷികളെ കാണണം, ആ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തണം. ആ സാക്ഷികളുടെ മൊഴി പിന്നീട് FIRഉം ചാർജുമായി മാറി കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. കോടതി അതിൽ കോഗ്നിസൻസ് എടുക്കുക എന്ന് പറയും, അതായത് കേസ് എടുക്കണം. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ചവറ് പോലെയായിട്ട് മാറും. ചവർ മീൻസ് ചവറ്റുകൊട്ടയിലിടാവുന്ന വെറും പെറ്റീഷൻസ് ആയിട്ട് മാറും. അതൊരു പഠന റിപ്പോർട്ടായിട്ട് മാത്രമേ അതിരിക്കൂ. നമ്മൾ തീർച്ചയായും ശ്രീമതി TB മിനി അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സർക്കാരും ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്. പക്ഷേ പോക്സോ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ടാണ്. അത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുമ്പോൾ സംവിധാനങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇത് നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ദിവസം ഇത് ചർച്ച ചെയ്യായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ടും തന്നെയാണ് ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ SITനെ ചെയ്യുമ്പോൾ SITക്ക് മുൻപാകെ വരുന്ന പരാതികൾ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പരാതി കൊടുത്ത ആളുകൾക്കും അപ്പൊ അതാണ് SIT ചെയ്യണമെന്ന് പറയുന്നത്. SIT ഹേമ കമ്മിറ്റി മുൻപാകെ പരാതി കൊടുത്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ക്വയറി മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവരങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SITയിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുൻപാകെ അല്ലെങ്കിൽ ആ ഓഫീസർ നിശ്ചയിക്കുന്ന ആൾക്ക് മുൻപാകെ ഒരു മൊഴി കൊടുക്കുക എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കണം. എങ്കിലേ കേസാവുള്ളൂ. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. മറ്റതൊക്കെ ഒരു സ്റ്റഡി മാത്രമായി അത് ചിലപ്പോൾ ശരി തന്നെയായിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ആ സ്ത്രീകൾ അങ്ങനെ തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ കൊടുത്ത തെളിവുകളും അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളും രേഖാപരമായി
ഒരു കേസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞ പ്രൊസീജിയർ നടക്കണം. അതുകൊണ്ട് എനിക്ക് ഈ ഹേമ കമ്മിറ്റി മുൻപാകെ കേസ് കൊടുത്തിരിക്കുന്ന മൊഴി പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്ത്രീകളോടും അല്ലാത്തവരോടും എന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ കൾപ്രിറ്റ്സിനെ എല്ലാവരെയും യഥാർത്ഥത്തിൽ അവർ കൾപ്രിറ്റ്സ് ആയിരിക്കുന്നിടത്തോളം കാലം അവരെ നമ്മൾക്ക് ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൊഴി കൊടുത്ത ആളുകൾ അവിടെ പോയി SITയെ അവരവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല. SITയെ ഇൻഫോം ചെയ്യുക. ഇപ്പൊ മെയിലിലാണല്ലോ എല്ലാവരും കൊടുത്തത് അവരുടെ പരാതികൾ. മെയിൽ ചെയ്യുക. ആ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SIT നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു വനിതാ പോലീസ് ഓഫീസറെ വിട്ട് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്ന മൊഴിക്ക് മാത്രമേ നിയമസാധുതയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവണം. ശ്രീമതി ടി ബി മിനി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, കൂടുതൽ പേർ രംഗത്തേക്ക് വരുമോ, പരാതിയുമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഈ ദിവസങ്ങൾക്കുള്ളിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിച്ചത്. ഈ രീതിയിൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാനാകില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പോലും കോടതിയിൽ ഈ സംഭവങ്ങൾ വന്നപ്പോൾ കോടതി സർക്കാരിനോട് ചോദിച്ചു, ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. മറ്റ് കാര്യങ്ങൾ പരിശോധിക്കാനായി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാനാണ് സർക്കാരിന്റെയും തീരുമാനം എന്നറിയുന്നു. അപ്പോഴും രണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. പോക്സോ അതായത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് ഇതിലിടപെടാൻ കഴിയുന്ന ഒരു കമ്മീഷനാണ്. തീർച്ചയായിട്ടും കേസെടുക്കാനും അവർക്ക് പറ്റും. അപ്പോ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവര് ഭയപ്പെടാതെ അവർക്ക് ഞങ്ങൾ തന്നെ 20ഓളം ഫെമിനിസ്റ്റ് ലോയേഴ്സ് ഞങ്ങൾ എല്ലാ നിയമസഹായങ്ങളും അവരുടെ വിക്ടിമിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ വിക്ടിമിന്റെ ഒരു തരത്തിലും അവരുടെ അപ്പിയറൻസ് പോലും നിങ്ങൾക്ക് മീഡിയയ്ക്ക് പോലും ഞങ്ങൾ തരാതെയാണ് ഈ വിക്ടിംസിനെ സേവ് ചെയ്ത് അവര് മൊഴി കൊടുക്കുന്നു. അവര് നേരെ തിരിച്ച് അവരുടെ വാസസ്ഥലത്തിലേക്ക് പോകുന്നു. അപ്പൊ അത്രയും സുരക്ഷിതമായി അവരുടെ ജീവനും ജീവിതവും അവരുടെ എന്താ പറയാ പേഴ്സണേഷനും നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിക്ടിമിന്റെ ഐഡന്റിറ്റി പുറത്തു പറയാതെ തന്നെ പക്ഷെ മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രോസസ്സാണ്. അത് മനസ്സിലാക്കി ഞങ്ങളുടെ മെയിൽ ID നമ്മൾ എല്ലായിടത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ഇത് പ്രചരിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഈ മെയിൽ ID കിട്ടും. ആ മെയിൽ IDയിലേക്കും നിങ്ങൾ നിങ്ങളുടെ പരാതി അയച്ചാൽ ഈ പരാതി തീർച്ചയായിട്ടും നമ്മൾ SITക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും അതനുസരിച്ച് നിങ്ങൾ എവിടെയാണോ ഉള്ളത് എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് വന്ന് നമ്മൾ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് ആരും മറഞ്ഞിരിക്കാതെ ആരും അയ്യോ ഇനിയിപ്പോ കോൺട്രവേഴ്സിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് കൊടുത്തതാണ്, എന്റെ ഐഡന്റിറ്റി പുറത്തായാൽ അത് പ്രശ്നമാവും എന്ന് ആശങ്കപ്പെടാതെ ഒരാൾക്കും ഐഡന്റിറ്റി നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഐഡന്റിറ്റി പുറത്താവാതെ തന്നെ രഹസ്യമായി എങ്ങനെയാണോ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നിങ്ങൾ കൊടുത്തത് അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് കഴിയും. അത് ആത്മവിശ്വാസത്തിലെടുത്ത് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് ഇത്തരം കൾപ്രിറ്റ്സിനെ സിനിമാ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗുണഫലങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ